കുട്ടികളെ, വായനാ ദിനത്തെക്കുറിച്ചുള്ള പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 എല്ലാവരും പോയി കാണുക. പഠിച്ചു തുടങ്ങുക. പുരസ്കാരങ്ങൾ മാത്രമുള്ളൊരു വീഡിയോ. ആദ്യം പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതും 2023-24 അവസാനം പുരസ്കാരം ലഭിച്ചവരെ കുറിച്ചുമുള്ളൊരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായും പോയി കാണണം. അതിൽ നിന്നും 2 ചോദ്യം ഷുവറാണ്. 2 മാർക്ക് ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? MK സാനു. ചെമ്മീൻ എന്ന നോവൽ എഴുതിയതാര്? തകഴി ശിവശങ്കരപ്പിള്ള. കൃഷ്ണഗാഥ രചിച്ചതാര്? ചെറുശ്ശേരി. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്ത്? കൃഷ്ണപ്പാട്ട്. മലയാളത്തിൽ എഴുതിയ ഒന്നാമത്തെ മഹാകാവ്യം ഏത്? കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? കുന്തലത. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏത്? ഇന്ദുലേഖ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏത്? വാസനാവികൃതി. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായി പരിഗണിക്കുന്നത് ഏതാണ്? വീണപൂവ്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം എഴുതിയതാര്? ഉള്ളൂർ. വീണപൂവ് രചിച്ചതാര്? കുമാരനാശാൻ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? രവീന്ദ്രനാഥ ടാഗോർ. സാഹിത്യത്തിന്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നതാര്? വയലാർ രാമവർമ്മ. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥമേത്? കേരള സാഹിത്യ ചരിത്രം. ഉള്ളൂർ എഴുതിയത്. ഐതിഹ്യമാല രചിച്ചതാര്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ബുക്കർ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? അരുന്ധതി റോയ്. മലയാള കവിയുടെ പേരിൽ അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഏത്? വള്ളത്തോൾ നഗർ, ഷൊർണൂർ. ഷേക്സ്പിയറുമായി സാദൃശ്യമുള്ള ഇന്ത്യൻ കവി ആര്? കാളിദാസൻ. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചതാർക്ക്? ശൂരനാട് കുഞ്ഞൻപിള്ള. അരുന്ധതി റോയ്ക്ക് ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത്? ദി ഗോഡ്സ് ഓഫ് സ്മാൾ തിങ്സ്. കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ. ദി ഗോഡ്സ് ഓഫ് സ്മാൾ തിങ്സ് എന്ന കൃതിക്ക് 1997 പുരസ്കാരം ലഭിച്ചത്. 24 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. 21 രാജ്യങ്ങളിൽ വിറ്റഴിച്ചു. കോട്ടയം ജില്ലയിലെ ഐമനം എന്ന ഗ്രാമത്തിലെ പശ്ചാത്തലമാക്കിയാണ് നോവൽ രചിച്ചിട്ടുള്ളത്. വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാൻ ഞാൻ. ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും സ്കൂൾ സിലബസുകളും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. Please like and subscribe.